ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 million shades. ഇന്ന് നമ്മൾ ഇതുപോലുള്ള മിനി ഫ്രെയിംസ് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്നാണ് നോക്കാൻ പോണേ. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഫ്രെയിം ചെയ്തേക്കുന്നത് പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. നമുക്ക് ഇതിലൊരു ഇമേജ് വരയ്ക്കണത് എങ്ങനെയാണെന്നുള്ളത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ കാലിഗ്രാഫീസ് ചെയ്യാം. അത് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഫ്രെയിംസ് ആയിട്ട് എടുക്കാം. ഫ്രെയിംസ് പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തേക്കണത്. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു A4 സൈസിലുള്ള ഒരു ഷീറ്റിലാണ് ഞാൻ ഉണ്ടാക്കണേ. നമ്മൾ ആദ്യം തന്നെ അതൊരു സ്ക്വയർ പീസ് ഓഫ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ 4 സൈഡിലും ഓരോ സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടുള്ള ലൈൻസ് വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ നിന്ന് വരച്ച് തുടങ്ങണം. 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഇതുപോലെ 4 കള്ളികൾ നമ്മൾ വരച്ചെടുക്കണം. അതുപോലെ എല്ലാ സൈഡിലും ആ സ്ക്വയറിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാം. ഞാൻ A4 സൈസുള്ള ഒരു ഷീറ്റ് എടുത്തിട്ടാണ് പിന്നെ അതിനെ സ്ക്വയറാക്കി കട്ട് ചെയ്തിട്ട് ചെയ്യണം. നിങ്ങൾക്ക് കുറച്ചും കൂടി വലിയ ഇമേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള റേഷ്യോയിൽ എടുക്കാം. എപ്പോഴും സ്ക്വയർ ഒരു പീസിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാനിപ്പോൾ പറയണ പോലത്തെ മെത്തേഡ് വർക്കാവുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫ്രെയിം ചെയ്യണതിൻ്റെ ഉള്ളിൽ എന്താണോ ചെയ്യേണ്ടത് അത് നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വിജയുടെ ഫോട്ടോയാണ് വരച്ചേക്കുന്നത്. ഇത് വരയ്ക്കണത് എങ്ങനെയാണെന്നുള്ളത് ഒരു സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്, ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തേക്കണത്. അത് കഴിഞ്ഞ വീക്ക് ഇട്ടിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ്. അത് വരയ്ക്കാറിയാത്തവർക്കൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ട്രിക്കാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ ഫോട്ടോസൊക്കെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഈ കോർണറിലുള്ള ഈ ഒരു പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. 4 പോർഷനിൽ നിന്നും 4 കോർണേഴ്സിൽ നിന്നും ഇതുപോലെ ആ ഒരു സ്ക്വയർ പീസ് ഓഫ് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് ആ സ്ക്വയർ പീസ് കട്ട് ചെയ്ത് ആ സൈഡിൽ നിന്ന് 2 ഭാഗത്തു നിന്നും ഒരു 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടൊരു ലൈൻ ഇതുപോലെ വരച്ചെടുക്കാം. ഇതുപോലെ ഈ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലും മാത്രം വരച്ചാൽ മതി. 4 സൈഡിലും വരയ്ക്കേണ്ട. ഏതെങ്കിലും 2 ഓപ്പോസിറ്റ് സൈഡ്സിൽ വരച്ചെടുക്കാം. ഇതുപോലെ ഞാൻ വരച്ചെടുക്കണ പോലെ ഇതുപോലത്തെ 2 ലൈൻസും കൂടി വരച്ചെടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ള പോർഷൻ ആട്ടോ. അപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് വയ്ക്കുന്നതാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ വരച്ച പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കത്രിക എടുത്തിട്ട് ആ വരച്ച് വെച്ചിട്ടുള്ള പോർഷൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ആ 4 ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുക്കുക. 4 സൈഡിൽ നിന്ന് വേണ്ട, ഈ ഓപ്പോസിറ്റ് സൈഡും ഈ ഇപ്പം ഞാൻ കട്ട് ചെയ്യണ സൈഡും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ അപ്പോൾ ഒരു ഷേപ്പ് കിട്ടും. ഇതുപോലെ നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മളിങ്ങനെ ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, 4 ലൈൻസ്. ആ ലൈൻസും കൂടെ ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ മടക്കാനായിട്ട് എളുപ്പത്തിനാണ് ആദ്യം തന്നെ എല്ലാ സൈഡിലും ഇതുപോലെ നമ്മൾ ലൈൻസ് വെച്ച് വരച്ചപ്പോൾ കൂടെ ഇതുപോലെ ഒരു സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഫ്രെയിം ആക്കി എടുക്കണം. അതിന് മുമ്പ് ഞാനിവിടെ OHP ഷീറ്റ് എന്നാണ് ഇതിന് പറയുക. ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് കിട്ടും. അപ്പോൾ അത് നമുക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ ഈ അളവിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ ഗ്ലൂ തേക്കുക, ഒട്ടിച്ചെടുക്കുക. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തൊരു പോർഷൻ ഉണ്ടായിരുന്നില്ലേ, സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വെച്ച പോർഷൻ വേണം ആദ്യം നമ്മൾ ഒട്ടിക്കാനായിട്ട്. അതിന് ശേഷം വേണം അപ്പുറത്തുള്ള സൈഡ് ഒട്ടിക്കാൻ. അപ്പോൾ 2 സൈഡിലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ആ പോർഷൻ ഒട്ടിച്ചതിന് ശേഷം മറ്റേ പോർഷൻ ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതുപോലെ അപ്പുറത്തെ സൈഡും ഒട്ടിച്ചെടുക്കാം. ആദ്യം ഈ 2 സൈഡ് ഒട്ടിക്കണം. അതിന് ശേഷം വേണം മറ്റേ സൈഡ് ഒട്ടിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ സൈഡ്സും ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പശയൊക്കെ തേച്ച് നന്നായിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്രെയിം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഒരു കാലിഗ്രഫിയുടെ ഫ്രെയിമും കൂടി ചെയ്യാം. അപ്പോൾ അത് സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ അതുപോലെ ഉള്ളിൽ വരച്ചതിന് പകരം കാലിഗ്രഫി ചെയ്യാം. അത്രേ ഉള്ളൂ വ്യത്യാസം. എന്നിട്ട് ഇതുപോലെ സെയിം മെത്തേഡിൽ ഫ്രെയിം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.